FTA ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നിലവിൽ വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം എക്സിലൂടെ നരേന്ദ്രമോദിയും അതുപോലെ ക്രിസ് സ്റ്റാമറും ഈ കാര്യം അറിയിക്കുകയുണ്ടായി. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ പദ്ധതി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചരിത്ര പ്രധാനമായ നീക്കം എന്ന് തന്നെയാണ് നരേന്ദ്രമോദിയും വിശേഷിപ്പിച്ചതും ക്രിസ് സ്റ്റാമറും ഇത് വിശേഷിപ്പിക്കേണ്ടായത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ തന്നെ പലരും നമ്മുടെ അടുത്ത് വീഡിയോ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇത് എന്തൊക്കെയാണ് ഗുണം, ആർക്കൊക്കെ ഗുണം, എന്താണ് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്നുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന YPS യങ് പ്രൊഫഷണൽ സ്കീം പ്രതിവർഷം 3000-ഓളം ഇന്ത്യൻസ് UK-യിലേക്ക് കാലെടുത്ത് വെക്കുന്നതിൽ 2 വർഷം നിങ്ങൾക്ക് പഠിക്കാനോ വർക്ക് ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ കഴിയുന്ന ഒരു ഫ്രീ വിസ കിട്ടിയത് തന്നെ നമ്മൾ ഈ ഫ്രീ ട്രേഡിന്റെ ഭാഗമായിട്ടാണ്. ഇനീഷ്യൽ സ്റ്റേജിന്റെ ഡിസ്കഷനിൽ തന്നെ ഈ ഒരു 3000 വിസകൾ ഇന്ത്യക്കാർക്ക് കൊടുക്കുകയുണ്ടായി, യങ് പ്രൊഫഷണൽ സ്കീം എന്നുള്ളത്. സോ ഇനി കൂടുതൽ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് തന്നെ ഷെയർ ചെയ്യണേ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒന്നും മിസ് ചെയ്യില്ല. അപ്പൊ ഗൈസ്, കഴിഞ്ഞ ദിവസം തന്ത്രപ്രധാന അല്ലെങ്കിൽ ചരിത്രപ്രധാന ഒരു മൈൽ സ്റ്റോൺ അങ്ങ് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീ നരേന്ദ്രമോദിജിയും അതുപോലെ ക്രിസ് സ്റ്റാമറും ഈ പറഞ്ഞ അപ്ഡേറ്റുകൾ പുറത്തുവിടുകയും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. പല ന്യൂസുകളും ഇത് പ്രസിദ്ധീകരിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റ്, കാരണം 2 ദിവസം മുമ്പ് ഇതിനെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ UK ഇന്ത്യ ഫ്രീ ട്രേഡ് ഡീൽ നിലവിൽ വന്നിരിക്കുന്നു. ഏകദേശം 42 ബില്യൺ വില വരുന്ന വാല്യൂ ഉള്ള ഒരു ഫ്രീ ട്രേഡ് ഡീലാണ്. ഇതിനകത്ത് 2 രാജ്യങ്ങൾക്കും 10-25 ബില്യൺ പൗണ്ടുകൾ വെച്ചിട്ട് മീൻസ് 25 ബില്യൺ പൗണ്ടുകൾ വെച്ചിട്ടുള്ള വ്യാപാരങ്ങൾ നടക്കും എന്നാണ് അറിയാൻ. ഇതിൽ 2 രാജ്യങ്ങൾക്കും ഉയർച്ചയുണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. കാരണം ഒരുപാട് ഇന്ത്യൻ കമ്പനീസ് UKയുടെ പല മേഖലകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പുതിയ ബിസിനസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് UK-യിൽ നിന്നുള്ള കമ്പനികളും പല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റുകളും അല്ലെങ്കിൽ മറ്റു പല പ്രൊജക്ടുകളുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള ഒരു വലിയൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം കഴിഞ്ഞ മാസങ്ങളിൽ നമ്മുടെ മാഞ്ചസ്റ്ററിൽ നമ്മുടെ കോൺസുലേറ്റ് ഉദ്ഘാടനത്തിന് ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ മലയാളികളിൽ വളരെ 1-2 പേരെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരാൾ ഞാനായിരുന്നു. സോ ആ കാര്യങ്ങൾ അവിടെ വളരെ രീതിയിൽ എലബറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ബിസിനസ്സുകളും മാഞ്ചസ്റ്ററിലേക്ക് വരുന്നു. അതുമാത്രമല്ല, നമ്മുടെ UK യൂണിവേഴ്സിറ്റികൾ പലതും UK വിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. MMU പോലുള്ള യൂണിവേഴ്സിറ്റികളും അത് യൂണിവേഴ്സിറ്റി ഓഫ് സൗതാംപ്ടൺ ഓൾറെഡി UK-യിൽ നിന്ന് ബാംഗ്ലൂർ പോലുള്ള ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ചേക്കേറി തുടങ്ങിയിരിക്കുന്നു. അതുമാത്രമല്ല, മാഞ്ചസ്റ്ററിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ ഫ്ലൈറ്റ് സർവീസ് ആരംഭിക്കാൻ പോകുന്നതും നിങ്ങൾ എല്ലാവരും അറിയണം. കാരണം യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഡെലിഗേറ്റ്സിന് പോകാനും വരാനും ഇല്ലെങ്കിൽ സ്റ്റുഡൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനൊക്കെ വേണ്ടിയുള്ള മറ്റ് ബിസിനസ്സിനൊക്കെ വേണ്ടിയുള്ള ഒരു ഫ്ലൈറ്റ് സർവീസും കൂടി ഇൻഡിഗോയുടെ നേതൃത്വത്തിൽ നടക്കും എന്നുള്ള കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂലൈ മാസത്തിലാണ് അത് അനൗൺസ് ചെയ്തിട്ടുണ്ടായത്. അന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ ആ ഒരു ഫംഗ്ഷൻ ശേഷം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, ഇപ്പോൾ നമുക്കറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് 6 ട്യൂസ്ഡേ ഇത് ഒരു ഡിസ്കഷൻ, അതായത് ഫ്രീ ട്രേഡ് ഡിസ്കഷൻ അതിനൊരു അന്ത്യം കുറിച്ചിരിക്കുന്നു. അത് ഒടുവിൽ അത് കരാറായിരിക്കുന്നു. ഇത്ര നാൾ 3 വർഷമായിട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. ചർച്ചകളുടെ ഒടുവിൽ പല നെഗോസിയേഷൻസും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒടുവിൽ അത് നിലവിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇതിനകത്തൂടെ നമുക്ക് കുറെ ഗുണങ്ങളുണ്ട്. അതായത് ഇപ്പൊ നമുക്കറിയാമല്ലോ, നമ്മുടെ ട്രേഡ് വാറിന്റെ ഭാഗമായിട്ട് താരിഫുകൾ ഏർപ്പെടുത്തുന്ന US-നെ നിങ്ങൾക്ക് അറിയാം. അതേപോലെ തന്നെ UK-യിലേക്ക് കൊണ്ടുവരുന്ന പ്രൊഡക്റ്റിന്റെയും UK-യിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രൊഡക്റ്റിന്റെയും താരിഫുകളിൽ കുറവുകൾ വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പല ബിസിനസ്സുകൾ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന ഇപ്പൊ നമുക്ക് അത് പ്രത്യേകിച്ചും ഗുണം ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മലയാളികൾ UK-യിൽ ഒരുപാട് പേര് ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. മലയാളികൾ മാത്രമല്ല, മറ്റ് സംസ്ഥാനക്കാരും ഒരുപാട് ബിസിനസ്സുകൾ UK-യിൽ തുടങ്ങിയിട്ടുണ്ട്, UK-യിൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പല കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതിനും അതിന് മാത്രമല്ല ഇവിടെ നിന്ന് പല കാര്യം, എക്സാമ്പിൾ വിസ്കി പോലുള്ള, സ്കോട്ടിഷ് വിസ്കി പോലുള്ള പല സാധനങ്ങൾക്കും നമുക്ക് നല്ല രീതിയിലുള്ള റേറ്റുകൾ കുറയും. അതുപോലെ പല ഐറ്റംസിനും നമുക്ക് റേറ്റുകൾ കുറയും UK-യിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിന്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം എക്സിൽ നമ്മുടെ നരേന്ദ്രമോദി ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു അംബീഷ്യസ് ഒരു മ്യൂച്വലി ബെനിഫിഷ്യൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്തൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ട്രേഡ് നടക്കുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട്, ഗ്രോത്ത്, അതിൽ ജോബ് ക്രിയേഷൻസ് ഇതാണ് നിങ്ങൾ പലരും എൻ്റെ അടുത്ത് വീഡിയോ ചെയ്യാൻ പറഞ്ഞവർ ഇതിനകത്ത് വല്ല ഗുണം ഉണ്ടാവുമോ എന്നറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നതനുസരിച്ചിട്ട്
ഇന്ത്യ ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങൾ UK സ്റ്റുഡന്റ് വിസയിൽ വരുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ചില നാഷണാലിറ്റീസിന് വിസ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പോകുന്നു. അത് സ്റ്റുഡന്റ് വിസയിലും വർക്ക് വിസയിലും വിസിറ്റിംഗ് വിസയിലും ഉൾപ്പെടെ വിസ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പോകുന്നു. അത് പാകിസ്ഥാൻ ഉണ്ടായിരുന്നു, നൈജീരിയ ഉണ്ടായിരുന്നു, ശ്രീലങ്ക ഉണ്ടായിരുന്നു. കാരണം ഇവിടെ വന്നിട്ട് അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് വരുന്നവരും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള നമ്മുടെ നല്ല ബന്ധം, ഇതേപോലുള്ള ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതൊന്നും നമ്മളെ ഇപ്പൊ ഇമ്പാക്ട് ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ്, എഫക്ട് ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ഈ സമയത്ത് ഉറ്റുനോക്കേണ്ട ഒരു കാര്യം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇനി അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കുക. പക്ഷേ ഇപ്പോ ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ ഗവൺമെന്റും UK ഗവൺമെന്റും ചേർന്നിട്ട് ഇവിടെ UK ജോബ് നമ്മുടെ മാർക്കറ്റിലേക്ക് ഇന്ത്യൻസിന് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലൂടെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നത്. ഇനി എങ്ങനെ, എപ്പോ, എന്ത് എന്നൊക്കെ ഞാൻ കൂടുതൽ ന്യൂസ് ഞാൻ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് വായിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇതിനകത്ത് മെയിനായിട്ട് ബിസിനസ്സുകൾ തന്നെയാണ്. ബിസിനസ്സുകളിലൂടെ ഇന്ത്യയും UK വളരുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ തുറ്റു നോക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് പഠിക്കാൻ വന്നിട്ടുള്ള വല്ല സ്റ്റുഡൻസിന് വല്ല യൂസ് ആവോ എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. തീർച്ചയായിട്ടും ഈ ഫ്രീ ട്രേഡ് ഡീലിന്റെ ഭാഗമായിട്ട് വ്യത്യാസങ്ങളുണ്ടാവും. അതുപോലെ IT, എഞ്ചിനീയറിംഗ്, ഹെൽത്ത് കെയർ മേഖലയിലുള്ള ആളുകളെ ജോബ് ഇവിടുത്തെ UK ജോബ് മാർക്കറ്റ് ആക്സസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ടാവും. പക്ഷെ എപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ടാകും. കാരണം അത് ഈ ട്രേഡ് കരാറിന്റെ ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും അല്ല. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ UK ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി അധികം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവിടെ വന്ന് പല രാജ്യക്കാരും വന്ന് ഇവിടെ നശിപ്പിച്ച് ആകെ കയ്യിലാക്കി കൊടുത്തിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ചെറിയ റെസ്ട്രിക്ഷൻസ് 1-2 വർഷം 3 വർഷത്തേക്ക് എന്തായാലും കാണും എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഈ നെറ്റ് മൈഗ്രേഷൻ ഒക്കെ ഒന്ന് കൺട്രോൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യക്കാർക്ക് കൂടുതൽ ഒരു മുൻഗണന കൊടുക്കാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. ഇപ്പൊ വരയ്ക്കും ഈ UK ഉള്ള ജോബ് മാർക്കറ്റും ഇന്ത്യയിലുള്ള ജോബ് മാർക്കറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രണ്ട് രാജ്യങ്ങൾക്കും അവരുടെ ബിസിനസ്സുകളും ഡെവലപ്പ് ചെയ്യാനും പരിപാടികളും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു സംവിധാനം, ഈ ഫ്രീ ട്രേഡ് ഡീല് അവർക്ക് ഓക്കെ ആണ്. ഇല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. പക്ഷെ ഇനി വരുന്ന സമയങ്ങൾ അറിയാം ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഇത് നമ്മൾക്ക് ഗുണം ചെയ്യാൻ പോകുന്നത്. ബിസിനസ് പരമായിട്ട് ഓക്കെ അത് ഗുണം ചെയ്യും, അത് ബിസിനസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പക്ഷെ ജോബ് പരമായിട്ട് അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അധികം വൈകാതെ തന്നെ മനസ്സിലാക്കാം എന്ന് വിചാരിക്കുന്നു. ഈ ഫ്രീ ട്രേഡ് ഡീലിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാര്യമാണ്. ഇന്ത്യയുമായിട്ടുള്ള നല്ലൊരു ബന്ധം UK നിലനിർത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴുള്ള ഇന്ത്യ പാകിസ്ഥാനിന്റെ ഒരു ചെറിയൊരു ക്ലാഷിന്റെ സാഹചര്യത്തിലും ഒരു വലിയൊരു ടെൻഷൻ അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യയോടൊപ്പം എല്ലാ ലോകരാജ്യങ്ങളും നിൽക്കുന്നു എന്നുള്ള ഒരു വലിയൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു സമയത്തും ഇല്ലാതിരുന്നൊരു സംവിധാനമാണ് ഇപ്പോൾ ഇന്ത്യക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്നുള്ളതാണ്. പല രാജ്യങ്ങളും വിസകൾ ഓഫർ ചെയ്യുന്നു. ഇറ്റലി, അതേപോലെ തന്നെ മറ്റ് ഓസ്ട്രേലിയ, UK, അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളും ഫ്രാൻസ് ഒക്കെ വിസകൾ ഓഫർ ചെയ്യുന്നു. ഇന്ത്യൻ സ്റ്റുഡൻസിന് UK ഇതുപോലെ യൂറോപ്പിലൊക്കെ വന്ന് പഠിക്കാനും ഇല്ലെങ്കിൽ അവർക്ക് തിരിച്ചു വന്ന് പഠിക്കാനും ഇല്ലെങ്കിൽ ഇവിടെയുള്ള ജോബ് മാർക്കറ്റുകൾ ആക്സസ് ചെയ്യാനും അവിടെ 2 ഇയേഴ്സ് വരെ അല്ലെങ്കിൽ 4 ഇയേഴ്സ് 5 ഇയേഴ്സ് ഒക്കെ നിൽക്കാനുള്ള ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിലുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതേപോലെ തന്നെ നല്ലൊരു കാഴ്ചപ്പാടുകൾ തന്നെയാണ്. കൂടുതലായിട്ട് ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ വരണം. US മറ്റു എല്ലാ രാജ്യങ്ങളായിട്ടുള്ള ഫ്രീ ട്രേഡ് ഡീലുകൾ വരണം. അവരുടെ ജോബ് മാർക്കറ്റ് ഇന്ത്യൻസിന് ആക്സസ് ചെയ്യും. ക്വാളിറ്റി ഉള്ള ആളുകൾ തന്നെയാണ് ഇന്ത്യക്കാരെന്നുള്ള ഒരു ഡൗട്ടും വേണ്ട. കാരണം ഇന്ത്യൻസ് ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരു രാജ്യമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യക്കാരെ വേണം. സോ അവർക്ക് ജോലി കിട്ടാനുള്ള വഴികൾ ഇതേപോലെ ഗവൺമെന്റ് ഒരുക്കി കൊടുക്കണം. അത് ഒരുക്കി കൊടുക്കേണ്ടത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇതിന്റെ കൂടുതൽ ബെനിഫിഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. എനിവേ ഒന്ന് കൂടെ കൂടിക്കോ, സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോ. കാണാം. ബൈ.